guys, welcome back to our channel SEZ World. അപ്പോൾ നമ്മള് ഇന്ന് ആക്ച്വലി നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ 3 സ്ഥലത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ മെയിൻ ആയിട്ടുള്ളത് നമ്മളുടെ ഗൈഡ് മാറി. ഇന്ന് പുതിയ ആളാണുള്ളത്. ഈ ഗൈഡിക്ക് ചിൽഡ്രൻസിന് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ. വാട്ട്സ് യുവർ നെയിം? സൂറ എന്ന് പറഞ്ഞ ആളാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വേർ വി ആർ ഗോയിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോണ സ്ഥലം എന്തായാലും പോണ സമയത്ത് ചോദിക്കാം. ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം മെയിനായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചാലും സാനിയും പതിവ് പോലെ ബാക്കിൽ കയറി, ഹാനി ഫ്രണ്ടിൽ, ഷിമി. ഓക്കെ, നമ്മൾ ഇതേ ചെറിയൊരു പപ്പി. ഓ നമ്മൾ നിൽക്കണ സ്ഥലം ഇതാണ് കേട്ടോ. ശരിക്കും ഇതും അടിപൊളി സ്ഥലമാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് കറങ്ങാവുന്നതാണ്. ഇവിടെയൊക്കെ സൂപ്പർ സ്ഥലമാണ്. ഇവിടെ ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരാറുള്ളതാണ്. നമ്മളിവിടെ നിൽക്കുന്ന കാരണം എന്താ, ബാഗൊന്നും ഊരട്ടെ. നമ്മളിവിടെ നിൽക്കുന്ന കാരണം നമുക്ക് ഈ സ്ഥലം അത്ര വിലയില്ലാത്ത പോലെ. കാരണം ഇവിടെ ബോട്ടിങ് കാര്യങ്ങളും ചിത്രം വരച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉള്ളതാണ്. കുറേ ടൂർ ഗൈഡ്സ് കാര്യങ്ങൾ ഇവരൊക്കെ വരും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് നാളെ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങിയതിന് ശേഷം, കാരണം നാളെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. അപ്പോൾ നാളെ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ ഇവിടെ ഒന്ന് ഇറങ്ങി കറങ്ങി കാണാന്നുള്ളതാണ്. നമ്മൾ വന്ന അന്ന് കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ രാത്രിയാണ് നടന്നത്. അപ്പം അത് കാരണം കാര്യമായിട്ട് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ഫുൾ സെക്യൂരിറ്റി. അവിടെ ഗേറ്റ് ക്ലോസ് ആയിരിക്കാണ്, എത്തിയിട്ടൊന്നുമില്ല. അപ്പൊ അത് തുറക്കുന്നു. അതിനുശേഷം നമുക്ക് യാത്ര തുടങ്ങാല്ലേ? യെസ്, ഓക്കെ. അപ്പൊ ഇന്നത്തെ യാത്ര നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് രാവിലെ തന്നെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, ചെറുതായിട്ട് കാറ്റും. അത് കാരണം നല്ല തണുപ്പിലായിരുന്നു ഇന്ന്. അതെ, കട്ടിയുള്ള ജാക്കറ്റ് അല്ല പിന്നെ കുറച്ച് ക്ലൈമറ്റ് ഒക്കെ റെഡി ആവും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ അധികം സ്ട്രോങ് ആയുള്ള ജാക്കറ്റ്. കാരണം പിന്നെ നമ്മളുടെ ഓൾറെഡി ക്യാപ്പും ഗ്ലൗസ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ബാഗിൽ ഓൾറെഡി റെഡിയാണ്. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നീങ്ങുന്നത്. അപ്പോൾ കുഴപ്പമില്ലാന്ന് കരുതാം. ഓക്കെ, ട്രെയിൻ കിടക്കാനല്ലേ? ട്രെയിനാണ് ഈ കിടക്കുന്നത്. എന്തോ ലോഡ് കയറ്റി വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അവിടെ വേറെയും ഗുഡ്സ് ട്രെയിനുകൾ ഉണ്ട്. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്ന്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കൂടെയാണ് പോകണമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് ട്രെയിനുകളാണ് കാണുന്നത്. ആ ഭാഗത്തൊക്കെ വേറെയും ട്രെയിനിൻ്റെ ഒരേ ബോഗികൾ കിടക്കുന്നുണ്ട്. നമ്മളിവിടുന്ന് ഇങ്ങോട്ട് മെല്ലെ തിരിഞ്ഞ് പോവാണ്. രാത്രി വഴി വരുന്ന സമയത്ത് ഭംഗി ഉണ്ടാവും തോന്നും. കാരണം അറിയോ, ഈ ചെറിയ റൗണ്ട് ഇലകൾ വെച്ചിട്ടുള്ളൊക്കെ അതിമേലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കൊടുത്തതുകൊണ്ട് രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരു പഴയ ഒരു സ്ട്രീറ്റ് ആണെന്ന് പറയാം. അതിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, ആ 2 റോഡും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ, എത്ര വലിയ ഗ്യാപ്പാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെ ആളുകൾക്ക് നടക്കാനുള്ള വഴിയാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല വീതിയിൽ നടക്കുകയും ചെയ്യുക. അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അത് നല്ല വലിയ വഴി നടക്കാനുള്ളത്. സൈക്കിളൊക്കെ ചവിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ സെൻറ്ററിൽ കൂടെ സൈക്കിൾ ചവിട്ടിയാൽ മതി.
ഇടയ്ക്കിടക്ക് അതിൻ്റെ ഇൻ്റർസെക്ഷനും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ലേക്കിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ടല്ലേ. ആ ലേക്കിൽ തന്നെ ബോട്ടുകളൊക്കെ ഫിഷിങ്ങിന് ഉപയോഗിക്കുന്നതാണോ അല്ലാന്ന് തോന്നുന്നു. കൂടാതെ അതേ കാണുന്നൊരു കോട്ട, നമ്മളിതേപോലെ ഒരു കോട്ട അർമേനിയയിൽ പോയിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ്. അർമേനിയയിൽ പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി ലേക്കാണ് കേട്ടോ, നല്ല വലുപ്പമുള്ള സാധനം. മേലുള്ളതില്ലേ സൂപ്പറാണ്. ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കയറാൻ അങ്ങോട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തി. ക്രോണിക്ക എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മളെ വരണ സമയത്തൊരു ബിൽഡിംഗ് കാണിച്ചില്ലേ, അവിടെയാണ് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് താഴെ നോക്കണ സമയത്ത് തന്നെ കാണാം ബിൽഡിങ്ങുകളൊക്കെ. നല്ല ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്നലെ പോയുള്ള ടോപ്പല്ല, അതിനേക്കാൾ കുറച്ച് താഴെ എന്ന് പറയും. ആ പറയും. ആ വീട്ടിതാ ഓണാണ്. അവിടെ വീട്, അവിടെ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡ് അവിടെ തണുക്കട്, ഭയങ്കര തണുപ്പാണ്. വാപ്പണി സിമങ്ങിട്ട് the baby out on a big mountain kadu, a big mountain. ഞാനും ക്യാപ്പൊക്കെ ഇങ്ങനെ ഇട്ടു, കാരണം നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്ത് കാറ്റാ, അതിന്റെ മുകളിലേക്ക് നല്ല തണുപ്പായിരിക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര തണുപ്പായിട്ടുണ്ടല്ലോ. എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടു, ഗ്ലൗസ് ഒക്കെ എല്ലാം ഇട്ടു. തേക്കാൻ പറ്റാത്ത തണുപ്പ്, ഭയങ്കര തണുപ്പാണ് ഇവിടെ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ്. കണ്ടില്ലേ, ആ ഗോദാവരിയിൽ പോയിട്ട് പോലും ഇത്ര തണുപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് പറയല്ലേ. അപ്പൊ ഇത് എല്ലാവരും ഗ്ലൗസ് ഒക്കെ ഇപ്പൊ എല്ലാവരും എടുത്ത് ഇട്ടു. ചാലുവിന് ഒരു ഗ്ലൗസ് ഇട്ടിട്ടുള്ളൂ, മറ്റേ ഗ്ലൗസ് എവിടെയെന്ന് അറിയില്ല. ഹാനിയുടെ ഗ്ലൗസ് കറക്റ്റായിട്ട് കിട്ടി, ഹാനി ഗ്ലൗസ് ഇടണു. ബേബിയുടെ ഗ്ലാസ്സിലാണ് സാനി ഇട്ടിട്ടുള്ളത്, ഗ്ലൗസ് ബേബിയുടേതായിട്ടുള്ളത്. ഓക്കെ, ബേബി ആണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ബേബി തണുപ്പ് പിടിച്ച കാരണം ആള് നല്ല ഉറക്കത്തിലാണ്. അപ്പൊ നമുക്ക് മുകളിൽ കയറി നോക്കാം. അങ്ങനെ നമ്മളിതേ തണുത്ത് ഇതേ പോകുന്നു. ഇത് നമ്മളിത് അർമേനിയയിൽ ഇതേപോലത്തെ ഒരു ഗ്രൂപ്പ് ഇവിടെ പോയിട്ടില്ലേ ഷിമി? പഴയ ഒരു ടെമ്പിൾ എന്തോ തകർന്നിട്ടുള്ളവരെണ്ണോ? യെസ്. എവിടെ ഞാൻ തന്നല്ലോ തൊപ്പി, അവിടെ ശരിക്കും ഇവിടെ നല്ല തണുപ്പാണ്. വാപ്പക്ക് തന്നെ ഒരു തൊപ്പി ആവശ്യമുണ്ട്. വാപ്പിപ്പ ഹാൻഡാ തൊപ്പി വേണ്ടുണ്ട്. ചാല് വേണം വാപ്പക്ക് ഇട്ട് കൊടുക്കണേ. നോക്ക ഹാനിയുടെ ശിവന് നോക്ക്, ശിവല്ല ഇങ്ങനെയാണ്. നോക്ക് ശിവയുടെ ഗ്ലൗസ് താഴ്ന്നു. ദേശമേ ഗ്ലൗസ് തൊപ്പി തല തിരിച്ചിട്ട് ചാലു. അപ്പോ നമുക്ക് അപ്പോ നമ്മ തോന്നുന്നു പാപ്പ പോയാലോ ചാവക്കാടില്. വാ വാ
ഈ സ്റ്റെപ്സ് ഉണ്ട്. ഈ സ്റ്റെപ്സ് ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പാണ്. സ്റ്റെപ്സ് ഉണ്ട് അവിടെ. കോഴി സ്റ്റെപ്സ് ഇത് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. കണ്ട ക്രിസ്ത്യൻസിൻ്റെ ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ചെറിയ ശില്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനയാണ് പിടിക്കുന്നത്. അത് ഹാനും മണ്ണുണ്ട്. അത് ആരാജിച്ചിട്ട് അത് ഹാജാർക്കൊരു മട്ട തരും. ആട് ബാഗ അച്ഛോ ബാപ്പിൾ ബാഗ ബാപ്പിളോ നന്ന കാഴ്ചയുണ്ട്. വാപ്പ ഓക്കെ ഇവിടെ അങ്ങോട്ടുള്ള സൂപ്പർ. ഇവിടെ നല്ല ബിൽഡിംഗ് വാപ്പടെ സെൻസ് ഒരു ടോൾ ബിൽഡിംഗ് കോഴി ആക്കരുത്. ബിഗ് അങ്ങോട്ട് പോവാ, ബിഗ് ഇങ്ങോട്ട് പോവാന്നിട്ട് ചാടി കളിച്ചോണ്ടിരിക്കുകയാണ്. അടാ ബാക്കിലെ സ്ഥലങ്ങൾ നോക്കിയേ, ഒന്ന് തിരിഞ്ഞു നോക്കിയ എല്ലാവരും. ആ അത് തിരിഞ്ഞു നോക്കാണ്ടാ പറയണത്. ആ ഭാഗത്തൊക്കെ എന്തോരം വീടുകളാ. സൂപ്പറായാണ്. ആ അണ്ട ഈ താഴത്തുള്ളത് കണ്ടില്ലേ, പണ്ടത്തെ രാജാക്കന്മാർക്ക് ദൂത് ഇതേപോലത്തെ ഇതിൽ മടക്കിയിട്ട് കൊടുത്തയക്കില്ലേ, അതേപോലെ ഒരുപാട് ഗോൾഡിന് കൈ പിടിച്ചു. അതുപോലെ ഇതിൽ കൊടുത്തുള്ള പോലെ ഉണ്ട്. താളിയോലകളിലൊക്കെ ദൂത് പറഞ്ഞയച്ചത്. ആ പറയൂ. അവിടെ വീണ്ടും ഉണ്ട്. അപ്പോൾ ഒരു മെസ്സേജ് മാത്രമല്ല, വീണ്ടും മെസ്സേജുകൾ വേറെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ വലിയ രീതിയിൽ അടിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അല്ല ഇതിങ്ങനെ ചുരുണ്ട് കിടക്കുന്നു ഇവിടെ. അതേ ആ ഭാഗത്തും ചുരുണ്ട് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ആ ഭാഗത്തുണ്ടല്ലോ. 1 2 3 4 5 എണ്ണം ഉണ്ട്. 5 നോട്ട്സ് ആണ്. ഓക്കെ 5 നോട്ട്സ് ഉണ്ട് അവിടെ. ഓക്കെ സൂപ്പർ. തണുപ്പാണെന്നുണ്ടെങ്കിലും തണുപ്പായിട്ടിരിക്കണമെന്നുണ്ട്. ബേബി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. ബേബി നല്ല മൂഡില്ല. ആള് ക്യാപ്പൊക്കെ ഇട്ടിട്ടേ തണുത്ത കാറ്റടിച്ചിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റാണ്. ബേബി എഴുന്നേറ്റു. ഓ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, എന്താ നോക്കിയേ. പഴയ കുരിശ് ചുമന്ന് പോണതിന്റെ മാതൃകയൊക്കെയാണ് തോന്നുന്നു ഉണ്ടാക്കി വെച്ചത്. അതെ, അത് നമുക്ക് ഒരു ചിത്രങ്ങൾ കാണാം മാത്രമല്ല, കുത്തി വെച്ചുള്ളത് കാണാം. പറയൂ. അതെ അവിടെ ഉണ്ടല്ലേ. അവിടെ മുകളിലും ഉണ്ട് അതേപോലെ എഴുതി വെച്ചിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടെ ഒരുപാട് ജോർജിയൻ ലാംഗ്വേജിലാണ് തോന്നുന്നു എഴുതി വെച്ചിട്ടുണ്ട്. ഓ
13 ആൾക്കാരുടെ ഫോട്ടോ ഉണ്ട്. അടിപൊളി കണ്ടില്ലേ, ചുറ്റുഭാഗത്തും നല്ല അടിപൊളി സ്ഥലം. നല്ല തണുപ്പാണ്. എന്നെ പറഞ്ഞ ഇറങ്ങി നടക്കോ? ഇല്ല ഇതോ അതെന്നെ കെട്ടിപ്പിടിച്ചിരിക്കേ തണുത്തിട്ട്. അവിടെ കുറച്ച് വെയിലുണ്ട്, അവിടെ കുറച്ച് നടക്കുന്നു കരുതാം. യെസ്. ഇവിടെ നല്ല, ഇവിടെ കുറച്ച്, അതെ ഇവിടെ കുറച്ച് കാറ്റും കുറവിട്ടാ. അതെ ആ അതെ. പൈൻ്റെതാണ് അത് ആ മരം. പൈൻ കോൺ ഉണ്ടല്ലോ അതിന്മേല്. യെസ്, പൈൻ കോൺ തന്നെ അല്ലേ അത്? അതെ. ഇത്രയും കാറ്റടിച്ചിട്ട് അതിമൊന്നും ഒരു പൈൻ വരെ വീണില്ല. പൈൻ കോൺ ഒന്നും വീണില്ല. ഇല്ല, അതിമൊന്നും കണ്ടില്ലേ? ആ കണ്ട, അതിമൊന്നും ഒരെണ്ണം പോലും വീണില്ല. കണ്ട, എന്താ വളരെ മോശമായി. ഒരെണ്ണം കല്ലെടുത്ത് എറിയാനും. അതിന്റെ ബാക്ക് സൈഡിൽ പോയാലും ആ ഭാഗത്തുള്ള ഫുൾ വ്യൂ കാണാം. നോക്കിയേ, ഇവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണണ്ട. ഒരുപാട് ടോപ്പിലാണ് നിൽക്കുന്നത് നമ്മള്. നോക്കിയേ, ഓ താഴെ ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് കാണുന്നുണ്ടല്ലേ. ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് താഴെ. ഷിമി ബേബി ഇറങ്ങി നടക്കുന്നു. ഷിമി ബേബി നടക്കുന്നു. ഷിമി ഇത് നടക്കുന്നു. ബേബി ഫൈനലി നടന്നു. യെസ് യെസ്, ഇത് വാ ബേബി നടന്നായിരുന്നു. ബേബി നടന്നു. എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഉള്ളിലാ? അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ചർച്ചാണോ അതിൻ്റെ ഉള്ളിൽ? ഓ, നമുക്കപ്പോൾ ഈ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. സൈലൻ്റ് ആയിരിക്കണം കേട്ടാ. ശരിക്കും ക്രിസ്ത്യൻ ചർച്ചാണ്. ഇപ്പോഴെന്തോ ഇല്ലേ, ഫുള്ള് ഇത് കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സ്ഥലവും മെഴുകുതിരി എത്തിച്ചേക്കാനും ഒരുപാട് പ്രീസ്റ്റുകളുടെ കൊത്തുപണി അല്ല, അത് ശരിക്കും ഇത് മാർബിളാണ്. എന്തോ ഇതാണ്, മാർബിളാണ് തോന്നുന്നുണ്ട് അതിലാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലെ ഒരുപാട് നല്ല പഴയ കാലത്തെ പള്ളിയാണ്. യെസ്, നമ്മൾ ഇവിടെ മെല്ലെ ഇറങ്ങാം. യെസ്, ഇറങ്ങി വീണ്ടും തണുപ്പാ. ഇതാ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഈ ഭാഗത്ത് കൂടെ, ഇതിൻ്റെ ബാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കിടക്കാം. ഓ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആ ലേക്ക് കാണട്ടാ. ലേക്ക് ഫുള്ളായിട്ട് കാണാം. നോക്കിയാ ഷിമ്മി, ഇവിടെ വന്നാൽ ലേക്ക് കാണാം. ലേക്ക് കാണുന്ന ലേക്ക് എടാ. ആ ഭാഗത്ത് പോകണ്ട ആവശ്യം, ആ ഭാഗത്തേക്ക് പോകണ്ട. ലേക്കാണ് അല്ലേ? സൂപ്പർ സ്ഥലം. കാർ ഓടിച്ചിട്ടൊക്കെ അവിടം വരെ വന്നിട്ടുണ്ട് കേട്ടാ. ഓ ആ കുട്ടിയുടെ തണുത്തിരിക്കുകയാണ്, തണുത്ത് വിറച്ച് ഇരിക്കുകയാണ്.
കുറച്ചു നേരം നടന്നതിന് ശേഷം പിന്നെ ഓടി വന്ന എന്റെ അടുത്ത്. ഇത് ഏതേ ലേക്ക്? നമ്മൾ ഇന്നലെ പോയി കണ്ട ലേക്കാണ്. അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കും, നമുക്കറിയില്ല ഏതാണ്. ഈ സ്ഥലത്തിന്റെ പേര് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ, അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് ഒക്കെയാന്ന് തോന്നുന്നത്. അവര് ഇവിടെ ചർച്ചിൽ കയറി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. നമ്മള് ജസ്റ്റ് വരുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, കുറച്ച് ഫോട്ടോ എടുക്കുന്നു, അത്രയുള്ള. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു ചർച്ച. നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഇതിലിങ്ങനെ കുത്തി ഓരോരോ എന്തെന്നാ പറയൊക്കെ ഇതിന് രൂപങ്ങളാ. ബൈബിളില് പറഞ്ഞിട്ടുള്ള നമുക്ക് അറിയില്ല. നമ്മുടെ നബിയാണല്ലോ, നമ്മുടെ ഈസാ നബിയല്ലേ. നമ്മുടെ ഈസാ നബിയാണ് അവരുടെ ഈശോ. അപ്പൊ അത് കാരണം യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റണ പിക്ചറൊക്കെ മനസ്സിലായി. പിന്നെ യേശു ക്രിസ്തുവിന്റെ മദർ മറിയം, നമ്മുടെ മറിയം ബീവി അല്ലേ? യെസ്, ഈസ. ഇവര് ഈശോ എന്നാണ് പറയാ. എന്തായാലും ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇതൊരു ചെറിയൊരു ബ്ലോഗായിരിക്കും. ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും, കാരണം തണുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. കാരണം ആ ബിൽഡിങ്ങുകളെ കണ്ടില്ലേ, അതൊക്കെ ഏറ്റവും താഴത്ത്. ഇത് ഉണ്ടാക്കിയുള്ള ഏറ്റവും മലയുടെ മുകളിലാണ്. നല്ല കാറ്റുമാണ്, നല്ല തണുപ്പും. അപ്പോൾ ഇവിടുന്ന് വേഗം രക്ഷപ്പെടുത്താൻ നല്ലത്. പിന്നെ ഞങ്ങള് അവരോട് ചോദിച്ചപ്പോഴും ഇന്ന് തണുപ്പുള്ള സ്ഥലത്തൊന്നും അല്ല, നോർമൽ സ്ഥലത്തേക്കാണ് പോണത്. അവരുടെ കാഴ്ചപ്പാടിൽ നോർമലാണ്. പക്ഷെ നമുക്ക് ഭയങ്കര തണുപ്പാണ്. ഗോദാവരി കഴിഞ്ഞിട്ട് പിന്നെ തണുപ്പ് ഫീൽ ചെയ്തത് എവിടെയല്ലേ? ബാക്കിയുള്ളടത്തൊക്കെ ഇല്ല. ബാക്കിയുള്ളടത്തൊക്കെ അത്യാവശ്യം നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു. നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. ഇവിടെ നല്ല ടെമ്പറേച്ചർ, നല്ല സുഖം. ഓക്കെ. ഓഹോ, നമ്മുടെ ബാക്കിൽ കാണുന്നു. നമ്മളിവിടുന്ന് മെല്ലെ ഇറങ്ങിയാണ്. എല്ലാവരും പറയേ സീസണിൽ വരണം. നമുക്ക് ഈ തണുപ്പോടെ സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ സീസണിൽ വന്നാൽ അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും? പിള്ളേരതേ ഇറങ്ങുന്നു. സീസണിൽ വന്നാൽ എനിക്ക് തോന്നുന്നത് തണുപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും, അത്ര. സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ സീസണിൽ വരരുത്. അതെ, സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ സീസണിൽ വരാൻ പാടില്ല. ഈ സ്റ്റെപ്പ് മാത്രമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരു ഡിസംബർ ജനുവരിയിൽ വരണമായിരിക്കും നല്ലത്. അതെ, അതാണ് ബെസ്റ്റ് ടൈം ആയിരിക്കും. അല്ല, ഇപ്പോഴും ആളുകൾ ഒരുപാട് വരുന്നുണ്ട്. അല്ല, ഷാലും സാനി ഓൾറെഡി താഴെ എത്താനായി. ആനി ഇത് മെല്ലെ ഓടുന്നുണ്ട് അങ്ങോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് നോക്കാൻ നല്ല വ്യൂ ആണ്, സൂപ്പറാണ്. മെല്ലെ പടിയിറങ്ങാം. നമ്മൾ താഴ്പ്പ് ഇവിടുന്ന് ഇറങ്ങാണ്. കാരണം പിള്ളേർക്ക് ഓടി കയറിയാൽ മതി ഈ വണ്ടിയിൽ. ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ചായയോ കോഫിയോ ഒക്കെ കുടിക്കാനാണ് തോന്നുന്നത്. കണ്ടവിടെ ഒരു വാനിൽ സെറ്റ് ചെയ്തേക്കുന്ന ഫ്രഷ് ജ്യൂസ്. ഈ സമയത്ത് ആരാണാവോ ജ്യൂസ് കുടിക്കാൻ പോണത്? അടുത്തത് ഒരു പാർക്കിലേക്കാണെന്ന് തോന്നുന്നു കേട്ടോ പോണത്. നമ്മളോട് ഒരു പാർക്കിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഇന്ന് നെക്സ്റ്റ് പോകാൻ പോണ പാർക്കിലാന്ന് തോന്നുന്നത്. അതാവുമ്പോൾ ഇവന്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതെ, അവള് കരഞ്ഞൊന്നുമില്ല. തണുപ്പടിച്ചപ്പോൾ ചിരിക്കുകയായിരുന്നു. ഓ,
ഇവിടെ ഫുള്ള് നമ്മുടെ കാറ്റാടി മരങ്ങള്, നമ്മുടെ കടപ്പുറത്ത് കാറ്റാടി കൂടെ നടക്കണം. പൈൻ മരങ്ങളൊക്കെ താഴത്തും ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് മെല്ലെ ഇവിടുന്ന് വേഗം വണ്ടി കയറി വിടാം. ഓക്കെ, ബൈ. നമ്മളിപ്പോ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഫുള്ള് ഇറങ്ങിക്കൊണ്ടിരിക്കേ ഇല്ലേ. ഫുള്ള് നമ്മള് മുകളിൽ നിന്ന് കണ്ട ഗ്രാമത്തിൽ കൂടെ ഒക്കെയാണ് ഇപ്പൊ ഈ പോകുന്നത്. ഫുള്ളായിട്ട് ഇറക്കമാണ്, ഒരുപാട് ലോങ്ങിലേക്കുണ്ട് ഈ ഇറക്കം. Wait. Wait.